ഇന്ന് ഞങ്ങള് ഒരിടത്ത് പുറത്ത് പോവാട്ടോ. ഞാൻ എൻ്റെ ചേട്ടയുടെ വീട്ടിലാണ് ഉള്ളത്. അപ്പോൾ ഞങ്ങളെല്ലാം ഔട്ടിങ്ങിനാണ് ഇന്ന് പോകുന്നത്. ഇന്ന് ലീവാണ് എല്ലാവർക്കും. അപ്പോൾ ഇങ്ങനെ ഒരു ഔട്ടിങ് ആയിക്കോട്ടെ എന്ന്. അപ്പോൾ അവരെല്ലാവരും ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഓൾമോസ്റ്റ് എല്ലാവരും റെഡിയായി. ഞാൻ കാണിച്ചു തരാം. ചേട്ടായി റെഡിയായി. സക്കത്ത് നൈസ്. ഹെലന് ചേച്ചി ഒരു ജീൻസ് ടോപ്പ് നൈസ്. ചേച്ചി ഹെലൻ ആ കണ്ണട ഇട്. അവൾ അന്നേരം ഇട്ടായിരുന്നു. നല്ല ലുക്ക്. ഇവിടെ നോക്കി ഇവരെ ഇതുവരെ റെഡി ആയിട്ടില്ല. കണ്ണാടി ടോപ്പി ഇതൊക്കെയാണ്. ശോഭിച്ചേട്ടെ റെഡിയായോ? ഇവിടെ എന്താ എനിക്ക് ഫോട്ടോ എടുക്കാൻ ഇത് തരണം. ഇവര് എന്നോട് പറഞ്ഞിട്ട് ഇവിടെ എന്താണ് ഹെലന്റെ ലുക്ക് ഒട്ടും കൊള്ളില്ല. എല്ലാവരും കണ്ണടി എന്തിനാ ഈ സൺഗ്ലാസ് ഇടുന്നു? ഇത് ഈ ഗ്ലാസ് ചേച്ചി ഇടുന്നോ? എന്റെ മുഖം തന്നെ കാണുന്നില്ലേ? ഞങ്ങള് 3 വണ്ടിയിലാണ് പോകുന്നത്. 2 സ്കൂട്ടി ഉണ്ട്, പിന്നെ ഒരു ബൈക്ക് ഉണ്ട് അവിടെ. അപ്പോൾ പ്രിൻസേട്ടയും ശോഭിച്ചേട്ട ആ ബൈക്കിലായിരിക്കും. ഹെലനും അഞ്ചു ചേച്ചി ഈ സ്കൂട്ടിയിലാണ്. ഈ സ്കൂട്ടിയിൽ ഞാനും എൻ്റെ ചേട്ടയും കയറും. അപ്പോൾ എല്ലാവരും സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. രാവിലെ തുടങ്ങിയതാ മക്കളെ പ്ലാനിങ്. ഇതുവരെ കഴിഞ്ഞിട്ടില്ലേ ഇവരുടെ? ചേട്ടായി ചേച്ചിനെ സഹായിക്കുന്നു. നല്ല തണുപ്പ് കിട്ടും അതിൽ. നല്ലതാണോ ഗൈസ്? ഫുൾ ഫേസ് ഫുൾ കവർ ചെയ്ത് ഞാൻ തന്നെ ഗേറ്റ് ഓപ്പൺ ആക്കണം. വെയിറ്റ്. ഇതിടാം. ഇന്ന് വരുമോ നിങ്ങള്? ആണുങ്ങൾ എത്ര ലേറ്റാണ് റെഡി ആവാൻ. അവിടെ ഒരാള് ചെരുപ്പ് ഇട്ടോണ്ടിരിക്കും. ശോഭിച്ചിട്ട് പോവാ. മൂന്നല്ല 4 ബൈക്ക് ഉണ്ട് കേട്ടോ. സോപ്പി ചേച്ചി കൂടെ ജോയിൻ ആവും നമ്മുടെ കൂടെ. ശോഭിച്ചേട്ട എടുക്കും. ഞാൻ ഗേറ്റ് ക്ലോസ് ചെയ്യാം. നിങ്ങൾ ഇവിടെ പൂക്കൾ കണ്ട? ഇതൊക്കെ ഇപ്പൊ ഏപ്രിൽ സീസണിൽ ബ്ലൂം ആവുന്ന കേട്ടോ. ചെറി ബ്ലോസം എന്ന് പറയില്ലേ. ബാംഗ്ലൂരിൽ മാത്രമേ ഉള്ളൂ കേട്ടോ ഈ ഒരു ഇത് കാഴ്ച കാണാൻ പറ്റും. ഇവിടെ എല്ലാവരും വെയിറ്റിംഗ് ആണ്. ഒരു ഹെൽമെറ്റ് കിട്ടണം അതിന് വേണ്ടിയിട്ട്. എൻ്റെ അനിയത്തി പോയിരിക്കുന്നു ഹെൽമെറ്റ് കൊണ്ടുവരാൻ. ഇത് ഓഫാക്കുമോ? വണ്ടി ഓഫാക്കുമോ? എന്തൊരു വെയിലാ നോക്കൂ ഗൈസ്. ഞാൻ അവിടെ പോയിട്ട് ബാക്കി കാര്യങ്ങൾ ഗൈസ്. ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ ഹെലൻ്റെ വണ്ടിയിലാണ് ഇരിക്കുന്നത്. വരുന്നു ശോഭിച്ചേട്ട ബാക്ക് അവിടെ എത്തി കഴിഞ്ഞിട്ട് ബാക്കി കാഴ്ചകൾ കാണിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്ന വഴിക്ക് കുറേ നല്ല കാഴ്ചകൾ നമ്മൾ കണ്ടു. നല്ല വില്ലേജ് ഏരിയ, കാം പ്ലേസ് ആണ് ഇത്. ഈ ഒരു ലൊക്കേഷൻ വന്നിട്ട് ഹെസറുഘട്ടാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മൾ ഗ്രേപ്സിൻ്റെ ഒരു തോട്ടം കണ്ടു. പിന്നെ കുറേ എന്തൊക്കെയോ കൃഷി ചെയ്തിട്ടുണ്ട് അവിടെ. സഡൻ ഒരു പ്ലാനിങ് ആയിരുന്നു ഈ ഒരു ഫാമിലി ട്രിപ്പ് കേട്ടോ. കുഴപ്പമില്ലടേ, യു ക്യാൻ. ഇവിടെ എന്തൊക്കെ തോട്ടങ്ങളുണ്ടല്ലേ, കൃഷി നോക്കുക. മാങ്ങത്തോട്ടം. My God. എൻ്റെ ചേട്ടൻ മുമ്പോട്ട് പോയി. നമ്മൾ
ഫസ്റ്റ് വന്നൊരു ലാസ്റ്റ് ആയി. എന്ത് രസല്ലേ. ഇതൊക്കെ മിസ് ചെയ്യാൻ പറ്റുമോ? ഇതെന്ത് സാധനം ഇവിടെ? ബാംഗ്ലൂരിലും ഉണ്ട് കേട്ടോ ഇങ്ങനത്തെ കൃഷിയൊക്കെ. നോക്ക് എത്ര രസമായി. ഇത് ബാംഗ്ലൂരാണ്. ഇത് ഏത് റോഡ്? ഓ എന്റെ പൊന്നെ, എത്രേ ഇത് കൃഷി. എന്ത് കാമ, ഒരു സൗണ്ട്, ട്രാഫിക് ഇല്ല, വണ്ടികളുടെ ശബ്ദം ഒന്നുമില്ല. നല്ല സ്മൂത്ത് ആയിട്ട് പോകും. ഇവിടെ മുമ്പോട്ട് കയറി നമ്മള് ലാസ്റ്റായി എന്നോർത്ത് ഹെലൻ സ്പീഡായിട്ട് ഓടിക്കാൻ നിക്കട്ട. വില്ലേജ് കണ്ടോ ഗൈസ്, നല്ല കാം പ്ലേസ് ആണ്. ഇങ്ങനത്തെ പ്ലേസിലൊക്കെ വന്ന് ജീവിക്കണം. എന്തൊക്കെയോ. ഇത് എന്താണ്? പക്ഷെ അകത്ത് കയറ്റില്ല കേട്ടോ. നമ്മളിപ്പോൾ ഇറങ്ങിയിട്ട് അകത്ത് പോകണമെങ്കിലും അലൗഡ് അല്ലായിരിക്കും. ഇവിടെ എന്തൊക്കെയുണ്ട്? തോട്ടം കണ്ട് ചിക്കുണ്ട്, മാവ്, എന്തൊക്കെ ഗ്രേപ്സ്, ഇതൊക്കെ ഇവിടെ വളർത്തുമായിട്ട് നല്ല. നമുക്ക് നാട്ടിൽ മാത്രമല്ല ഇവിടെയും കൂടെ കൃഷി ചെയ്യാമെന്ന് ഒരു ഇതുണ്ട്. എന്താണ് ഇവിടെ? ഇത് മാത്രമല്ല, മാവ്, ചിക്കു, ഇത് മാത്രമല്ല നമുക്ക് തെങ്ങുണ്ട്, അടയ്ക്ക ഉണ്ട്. ഇതൊക്കെ കൃഷി ചെയ്യട്ടെ ഇവിടെ. ഇപ്പൊ നമ്മള് ടൗണിലേക്ക് റീച്ചായി. ഇത് ഏത് ടൗൺ എടി? ഹെസറുഘട്ട ടൗൺ. ഓക്കെ, ആരെങ്കിലും ഹെസറുഘട്ട വന്നിട്ടുണ്ടോ? വാവ്, ഈ പൂ കണ്ടോ? വാവ്, നൈസ് ഫ്ലവേഴ്സ്. നോക്ക് ഗൈസ്, ഒരു വീടിന്റെ മുമ്പിൽ എങ്ങനെ നല്ല ഡെക്കറേഷൻ. ഗൈസ്, ഇത് എൻ്റെ ചേട്ടയുടെ പിള്ളേർ പഠിക്കുന്ന സ്കൂൾ കേട്ടോ. ചിന്നു പൊന്നു പഠിക്കുന്ന സ്കൂളാണ്. കണ്ട, അകത്തേക്ക് പോയിട്ടോ, ഇനി കാണില്ല. ഇതൊരു പെട്ടെന്നുള്ളൊരു പോക്കായിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ താമസിച്ചു. അറൗണ്ട് 11 o'clock 11:30 ആയിരുന്നു. അപ്പോൾ നല്ല വെയിലുണ്ടായിരുന്നു നമ്മൾ പോകുമ്പോൾ. പിന്നെ ഇടയ്ക്ക് വെച്ച് നമുക്ക് ഇങ്ങനത്തെ ഒരു നല്ല അപ്പുറം ഇപ്പുറമൊക്കെ നല്ല കൃഷി സ്ഥലങ്ങളും പിന്നെ നല്ല വലിയ വലിയ മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു തണൽ നമുക്കുണ്ടായിരുന്നു കേട്ടോ. കണ്ടില്ലേ, നല്ല പൂക്കളൊക്കെ ഇവിടെ കൃഷി ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ മാർക്കറ്റിൽ പോയി വിൽക്കും. ജോള, ഇത് മലയാളത്തിൽ എന്നാ പറയുന്നതെന്ന് അറിയില്ല. ജോളം ആയിരിക്കും കേട്ടോ. ഇവിടെ ബ്രേക്കിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. ചേച്ചി കൂടെ വരാനുണ്ട്, ചേച്ചിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും. നമ്മളെല്ലാം ഐസ്ക്രീം കഴിക്കുന്നു. ചേട്ടായി, എങ്ങനെയുണ്ട് യാത്ര? കുഴപ്പമില്ല. സിംഗിളാ ഞാൻ. ഇപ്പൊ ചേട്ടയുടെ കൂടെ ഞാൻ കയറുന്നു. നമ്മൾ ഐസ്ക്രീമും കഴിച്ചിട്ട് ഇപ്പോൾ ഹൈവേയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. സോ നല്ല വെയിലുണ്ട് കേട്ടോ, നല്ല വെയിലുണ്ടായിരുന്നു. പിന്നെ വീഡിയോ അങ്ങനെ എടുക്കാൻ പറ്റില്ല എനിക്ക്. എന്തെന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ പതുക്കെ പോകാൻ പാടില്ലല്ലോ. അപ്പോൾ നല്ല ഒരു സ്പീഡിൽ തന്നെ ആയിരുന്നു നമ്മൾ പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ നമ്മൾ ഇവിടെ ടോൾ ഗേറ്റ് എത്തി. സൈഡിൽ കൂടെ ആയിരുന്നു നമ്മൾ ക്രോസ് ആയത്. തുംകൂർ എത്തി കേട്ടോ. തുംകൂർ എത്തിയിട്ട് ഈ ചേട്ടയുടെ അനിയത്തിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. അതായത് നമ്മുടെ കസിനാണ്. എവിടെ ഞങ്ങളിവിടെ ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നതായിട്ടോ, ഒരു നന്ദിനി വെജ് ഹോട്ടലിലേക്ക്. എല്ലാവർക്കും നോയമ്പാണ് ഇവിടെ. എല്ലാവരും അന്ന സാമ്പാറാണ് ഓർഡർ ചെയ്തത്.
ഇവിടെ സ്ഥലം ഇല്ലാത്ത കൊണ്ട് അവരവിടെ പോയിരിക്കുന്നു. എന്താ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ഇപ്പോൾ DD ഹിൽസിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഒരു 15 കിലോമീറ്റേഴ്സ് ഉണ്ട്. കണ്ടോ ഹെലന്റെ ഡ്രൈവിംഗ് കണ്ടോ ഗൈസ്. അവളുടെ മുമ്പില് പ്രിൻസയുടെയും 5 ചേച്ചിയാണ്. അവരുടെ മുമ്പില് പിന്നെ നമ്മുടെ കസിൻസ് ആണ്, 2 കസിൻസ്, സോബിച്ചേട്ട് ആൻഡ് സോബിച്ചേ. നമ്മളിങ്ങനെ അടുപ്പിച്ചിട്ട് പോകുന്നു. മല എത്താറായിട്ടില്ല, ഇനി ഇവിടുത്തെ വിട്ട് കുറച്ച് ദൂരം കൊണ്ട്. ക്യാഷ് എടുക്കുള്ളൂ. ഞങ്ങളിപ്പോൾ ടോപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഇടയ്ക്ക് വെച്ച് കുറേ സ്റ്റെപ്സൊക്കെ കണ്ടു. ഈ ഒരു സ്റ്റെപ്സൊക്കെ എന്തെന്ന് വെച്ചാൽ അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഇതാണ് കേട്ടോ. നമുക്ക് അങ്ങോട്ട് പോകണ്ടല്ലോ, നമ്മൾ നേരെ മേലേക്ക് പോയി. അവിടെ എത്തിയപ്പോൾ അവിടെ വലിയതായിട്ട് കാണാനൊന്നും ഇല്ലായിരുന്നു, കുറേ മരങ്ങളുണ്ടായിരുന്നു. പിന്നെ എന്തൊക്കെ കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്, എന്തൊക്കെ പുതിയത് ഇവർ വരുത്താൻ നോക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഇപ്പോൾ ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് നേരം നടന്നു. പിന്നെ ഇടയ്ക്ക് വെച്ച് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഞാനിവിടെ വന്നിട്ട് മുടി അയച്ചിട്ടിട്ട് ഫോട്ടോസ് എടുക്കാമെന്ന് വിചാരിച്ചു. വരുമ്പോൾ ഞാൻ മുടി കെട്ടിയിട്ടാണ് വന്നത്, ഇവിടെ വന്നിട്ടാണ് അയച്ചിട്ട്. എന്താ മുടി സ്പ്ലിറ്റിങ് കൂടുതലാണ് എനിക്ക്. അങ്ങനെ ഗൈസ് ഞങ്ങളിവിടെ DD ഹിൽസിലെത്തി കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോവാം. ഞാൻ ഫ്രണ്ട് ക്യാമറ ഓൺ ആക്കിയിരിക്കുന്നു. ഇത് ചേച്ചി. ഇനി ഫോട്ടോസ് എടുക്കണം ചേച്ചി. ഫോട്ടോ ഇങ്ങനെ ഇവിടെ ഒരു ബിൽഡിംഗ് ആണ്. എന്തോ കാണും. ഇത് പഴയ കെട്ടിടമായിരിക്കും, അറിയില്ല. അപ്പോൾ 3 മണിക്കൂറത്തെ യാത്ര കഴിഞ്ഞിട്ട് നമ്മളിവിടെ എത്തിയിരിക്കുന്നു. 3 അതിനേക്കാളും കൂടുതലാണ്. നമ്മൾ കുറേ ചുറ്റിക്കറങ്ങിയൊക്കെ വന്നത്. പിന്നെ ഇടയ്ക്ക് ഫുഡൊക്കെ കഴിച്ചു. അങ്ങനെയൊക്കെ വന്നപ്പോൾ ലേറ്റായി. ഇവിടെ 2 പേരുടെ ഫോട്ടോഷൂട്ടിന്, ഒരാൾ ഫോട്ടോഗ്രാഫർ, വേറൊരാൾ പോസ് കൊടുക്കും. ആദ്യം പറഞ്ഞ പോലെ ഇവിടെ ഒന്നും കാണാൻ അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ താഴേക്ക് ഇറങ്ങി പോവുക ഇപ്പോൾ. അപ്പോൾ ഗൈസ് ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ്. ഇവിടെ ഒന്നുമില്ല കാണാൻ, ജസ്റ്റ് വ്യൂ മാത്രമേ കാണാനുള്ളൂ. അങ്ങനെ കണ്ടിട്ടിപ്പോൾ ഇവിടെ എന്താ പറയുക, ഷുഗർ കെയിൻ ജ്യൂസ് കുടിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയതാണ്. ഷുഗർ കെയിൻ ജ്യൂസ് കുടിച്ചിട്ട് ഞങ്ങളെല്ലാവരും മടങ്ങിപ്പോവും. ഹെലൻ എന്നടി അങ്ങനെ നോക്കുന്നത്? ചിലപ്പോൾ നമ്മൾ വെളുപ്പിനെ ഇവിടെ എത്തിയായിരുന്നെങ്കിൽ നമുക്ക് മഞ്ഞ് വീഴുന്ന ആ ഒരു എക്സ്പീരിയൻസ്, ബെറ്റർ എക്സ്പീരിയൻസ് ചെയ്യാൻ കിട്ടിയേനെ. പക്ഷേ ഇപ്പോൾ നമ്മൾ എത്തിയപ്പോഴേ 2:30-3 മണി ആയായിരുന്നു. അപ്പോൾ നമ്മൾ ഒത്തിരി നേരം അവിടെ കാണാനൊന്നും നിന്നില്ല. നമ്മൾ താഴേക്ക് ഇറങ്ങുമ്പോൾ അവിടെ ഒരു ഇങ്ങനെ കരിമ്പിൻ്റെ ജ്യൂസ് കട കണ്ടു. അങ്ങനെ നമ്മളിവിടെ ജ്യൂസ് കുടിച്ചിട്ട് പിന്നെ ഒത്തിരി താമസിക്കാതെ പോകാമെന്ന് വെച്ചു. ഇനി ഇവിടുന്ന് അതേ ദൂരമുണ്ട്. അപ്പോൾ 2.5 മണിക്കൂറൊക്കെ എടുക്കും വീട്ടിൽ പോകുമ്പോൾ തന്നെ. അങ്ങനെ ഇവിടെ ഫേമസ് ആയിട്ടുള്ളത് ടെമ്പിളാണ്. ടെമ്പിളിൽ കാണാൻ വേണ്ടിയിട്ട് തന്നെ കുറേ ആൾക്കാർ വരും. അവർക്ക് എന്തൊക്കെ നേർച്ചകൾ കാണുമല്ലോ, അത് സ്റ്റെപ്പൊക്കെ അവിടെ ഉണ്ട്, സ്റ്റെയർ കേസൊക്കെ കണ്ടു. മേ ബി നല്ലൊരു ടെമ്പിളുള്ള കൊണ്ടായിരിക്കും ഇവിടെ കുറേ ആൾക്കാർ വരുന്നത്. അങ്ങനെ നമ്മൾ പിന്നെ കുറേ താമസിക്കാതെ വീണ്ടും നമ്മൾ പോവാണ്. പോകുന്ന വഴിക്ക് കുറച്ച് നല്ല വളവുകളും ഉണ്ടായിരുന്നു. ഏറ്റവും ടോപ്പിലാണ് നമ്മൾ പോയത്. വരുമ്പോഴുള്ള എനർജി അല്ലായിരുന്നു, പോകുമ്പോൾ ഭയങ്കര എല്ലാവരും ആകെ മടുത്തായിരുന്നു ഗൈസ്. അപ്പോൾ ആകെ എല്ലാവരും ക്ഷീണിച്ചപ്പോൾ ഒരിടത്ത് നമ്മൾ വണ്ടി നിർത്തി എല്ലാവരും ഇങ്ങനെ റെസ്റ്റ് എടുക്കുമായിരുന്നു. നല്ലൊരു 4:30-5:30 ഒക്കെ ആയി.
ആയി നമ്മളിവിടെ ഇരുന്നു. അപ്പോൾ വെയിലും കുറഞ്ഞായിരുന്നു. അങ്ങനെ ആർക്കും ഒന്നും സംസാരിക്കാനേ പറ്റുന്നില്ലായിരുന്നു. ആകെ എല്ലാവരും മടുത്തായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് മടങ്ങി. നല്ലൊരു ദിവസമായിരുന്നു.